പന്ന്യൻ രവീന്ദ്രനെതിരെയുള്ള ശശി തരൂരിന്റെ പരാമർശം അങ്ങേയറ്റം പരിഹാസ്യമാണെന്ന് ഇടത് നേതാക്കൾ. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈയൊഴിഞ്ഞ നേതാവാണ് ശശി തരൂരെന്നും കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരത്തിനു വേണ്ടി യാതൊന്നും ചെയ്യാത്ത എംപിയാണ് തരൂരെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. തരൂരിന്റെ പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നതെന്നും 20 മണ്ഡലങ്ങളിലും LDFന്റെ എതിരാളി UDF ആണെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രൻ എന്തിന് മത്സരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സംവാദ പരിപാടിയിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആരാഞ്ഞത്. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് LDF നേതാക്കൾ രംഗത്ത് വന്നത്. പ്രസ്താവന അങ്ങേയറ്റം പരിഹാസ്യവും അഹങ്കാരം നിറഞ്ഞതാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒറ്റപ്പെട്ടുപോയ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹമെന്നും RSS മനസ്സുള്ള കോൺഗ്രസുകാരനാണ് ശശി തരൂരെന്നും മന്ത്രി പറഞ്ഞു. ഈ തലസ്ഥാനത്തെയും നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും ഏത് ഭാഗത്ത് കടന്നു ചെന്നാലും ശശി തരൂരിനെ തള്ളിക്കളയുന്ന കോൺഗ്രസ് പ്രവർത്തകരെയാണ് കാണുന്നത്. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ജനങ്ങളുടെ വല്ലാത്ത എതിർപ്പ്, കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം, അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്ന നിലപാടുകൾ എല്ലാം കണ്ടതാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വീകാര്യനല്ലാത്ത, അവർ ഉപേക്ഷിക്കപ്പെട്ട ഈ ശശി തരൂരിൻ്റെ ഈ നിലപാട് ജനങ്ങൾ നന്നായി തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് പരാജയം സമ്മതിച്ചെന്നും ഇതിൽ നിന്നുള്ള ഭയമാണ് ഇത്തരം പ്രസ്താവനകളെന്നും കടകംപള്ളി സുരേന്ദ്രൻ MLA പറഞ്ഞു. ആരെന്ന് മനസ്സിലാക്കാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല. ശതകോടീശ്വരന്മാർ തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരമെന്നാണ് ശശി തരൂരിൻ്റെ വാദം. ശശി തരൂർ ഇപ്പോൾ തന്നെ ഒരു കാൽ BJPയിൽ വെച്ചിരിക്കുകയാണെന്നും വിശ്വം സഞ്ചരിക്കുന്ന പൗരനായിരിക്കും, എന്നാൽ വിശ്വാസമില്ലാത്ത പൗരനാണ് തരൂരെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. തരൂരിന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ ചോദിക്കട്ടെ. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണല്ലോ ഈ ചൂണ്ട എറിയുന്നത്. ഈ ചൂണ്ടയിൽ അവർ കൊത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിശ്വസിക്കോ? ഈ 2024 പറഞ്ഞത് ദ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആര്? ഒരു നിമിഷം അദ്ദേഹത്തിന് ശങ്കയുണ്ടായോ? ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആരെന്ന ചോദ്യത്തിന് അത് മോദിജി തന്നെയാണെന്ന് പറയുന്ന തരൂർ ഒരു കാൽ BJPയുടെ പാളയത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. വലിയ സ്വീകാര്യതയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ മുൻകൈയാണ് LDF ഇതിനോടകം തന്നെ നേടിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.